കൃഷ്ണ കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഇവിടുത്തെ തോരൻ സവാള ഉള്ളിയുടെ തണ്ടാണ്, ഉള്ളിത്തണ്ടാണ് തോരൻ വയ്ക്കുന്നത്. ഇത് നമ്മൾ അച്ചങ്ങാപ്പയർ അരിയുന്ന പോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. തണ്ട് ഇവിടെ തോരനുള്ളത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിപ്പോൾ തോരൻ വയ്ക്കാൻ പോവാണ്. അതിന് 2 പഴുത്ത പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2 കറിവേപ്പില, അതിൻ്റെ കൂടെ ഒരു അരമുറി സവാള, ഉള്ളിത്തണ്ടാണെങ്കിലും അരമുറി സവാള അരിഞ്ഞിട്ടുണ്ട്, 1 കപ്പ് തേങ്ങ ചെയ്യാൻ പോവാണ്. ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. അടുപ്പിൽ കടുക് താളിക്കാം. എണ്ണ ഒഴിച്ച് വേപ്പിലയും കൂടി ഇടാം. നമുക്ക് തോരൻ അരിഞ്ഞത് അതിനകത്തോട്ട് ഇടാം. പച്ചമുളകും ഉള്ളിത്തണ്ടും കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു ചെറിയ ടീസ്പൂൺ ഉപ്പിടാം. ഒരു പൊടിയോളം മഞ്ഞൾപ്പൊടി ഇടാം. നമുക്ക് ഈ ഉള്ളി, സവാള ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ അതിനകത്തിടാം. ഒരു പകുതി സവാള, ചെറിയൊരു സവാളയുടെ പകുതി ഉണ്ടായിരുന്നു. ഈ 1/4 ടീസ്പൂൺ മുളക് പൊടിയുടെ സ്പൂണാണിത്. അതിനകത്തൊരു ശകലം ഉണ്ട്, അതൊന്നും അതിനകത്ത് ഇടാൻ പോകാം. അധികം മുളക് പൊടി വേണ്ട. പച്ചമുളക് 2 ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് അളവൊന്നും പറയാൻ പറ്റത്തില്ല. നമുക്ക് ഈ ഉള്ളിത്തണ്ട് വലിയ വേവില്ല എങ്കിലും ഇത്രയും വെള്ളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോവാം. ഈ 1 കപ്പിന് 1 കപ്പ് തേങ്ങ ഉണ്ട്, അതും കൂടെ ചേർക്കാം. നമുക്കെല്ലാം കൂടെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കാം. നന്നായിട്ട് വാടി വെന്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് വേഗട്ടെ, ഞാനൊന്ന് മൂടി വെക്കാൻ പോവാം. നമ്മുടെ ഉള്ളിത്തോരൻ റെഡിയായൊന്ന് തുറന്നു നോക്കാം. തണ്ട് വേവാറായി. ഉള്ളിത്തണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഉള്ളിത്തണ്ട് വാങ്ങിച്ച് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ ഗുണമുള്ളതാണ്. സവാള ഉള്ളിയേക്കാളും നല്ലതാണ്. ഇത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.